വളരെ ഒരു സ്പെഷ്യലായിട്ടൊരു വീഡിയോ ആണ്. ഞാൻ സൗദിയിലാണല്ലോ, പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ബേസ്ഡ് ആണ് എൻ്റെ കമ്പനി. അപ്പോൾ അവിടുത്തെ ആനുവൽ ഡേ സെലിബ്രേഷനാണ്. അതൊരു നല്ല വലിയൊരു പ്രോഗ്രാമാണ്, ഒരു 1 വീക്കിൻ്റെ പ്രോഗ്രാമാണ്. അപ്പോൾ അവർ ആദ്യം എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ജസ്റ്റ് സൗദിയിൽ എത്തിയിട്ടല്ലേ ഉള്ളൂ. പക്ഷേ എനിക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ എന്തായാലും പോകണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ പോകാമെന്ന് ലാസ്റ്റ് ഡിസിഷൻ എടുത്തു. പോണേന് ഒരാഴ്ച മുന്നെയാണ് ഡിസിഷൻ എടുത്തത്. അതുകൊണ്ട് ഞാൻ ആരുടെ അടുത്തും പറഞ്ഞില്ല, ഫ്രണ്ട്സിൻ്റെയോ ഫാമിലിയുടെയോ ആരുടെ അടുത്തും പറഞ്ഞില്ല ഞാൻ വരുന്നുണ്ടെന്ന്. എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കസിൻ്റെ അടുത്ത് മാത്രം പറഞ്ഞു ഞാൻ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ രാത്രി ഫ്ലൈറ്റ് കയറി. പിറ്റേ ദിവസം രാവിലെ കണ്ണ് തുറന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഫുൾ ലൈറ്റും ബിൽഡിങ്സും അങ്ങനെയൊക്കെയല്ലേ. അവിടെ നിന്ന് നേരെ നമ്മുടെ കേരളത്തിൽ വരുമ്പോഴത്തെ കാഴ്ചകൾ ഭയങ്കര രസമാണല്ലോ. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒന്നും കൂടിയും ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ എയർപോർട്ടിൽ ഇറങ്ങി. കോഴിക്കോട് എയർപോർട്ടിലാണ് കേട്ടോ ഇറങ്ങിയത്. നെടുമ്പാശ്ശേരിക്ക് ജദ്ദയിൽ നിന്ന് അങ്ങനെ ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഭയങ്കര കുറവാണ്, ഉള്ളത് തന്നെ ഭയങ്കര റേറ്റും കൂടുതലാണ്. അപ്പോൾ ഞാൻ കോഴിക്കോടാണ് ഇറങ്ങിയത്. വരുന്ന വഴിക്ക് ഇങ്ങനെ പച്ച വിരിച്ച് പുൽപ്പാടമൊക്കെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ വടക്കുംനാഥൻ അമ്പലം തൃശ്ശൂർക്കാർക്ക് അത് ഒരു വികാരം തന്നെയാണ്. അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ ഇല്ല. സന്തോഷായില്ലേ അമ്മായി? കണ്ടില്ല ഇപ്പൊ എത്ര ടെൻഷൻ അടിച്ചിട്ട് എന്തിനായിരുന്നു. ഹായ് അനു. ഹലോ. എല്ലാരും പറ്റിച്ചു. ഏപ്രിൽ ഫൂൾ. ചേട്ടൻ്റെ ജാതി അതെ, ഗുഡ് ആക്ടിങ്. അതെ, തിരിച്ചു വിളിച്ചതൊക്കെ എടുത്തോ. ഇല്ലില്ല, ചേച്ചി മാത്രമല്ലോ. കിട്ടി ചേട്ടൻ. പക്ഷേ കെട്ടിപ്പിടിച്ചിട്ടാ എല്ലാവരും ഒരു ഹാപ്പി എക്സ്പ്രഷൻ. ഞാൻ വെറുതെ പറയുന്നത് ഇതൊന്നും ആൾക്ക് ചെയ്ത് പറ്റുന്ന എന്തൊന്നും ഓഡിറ്റർ എനിക്കറിയാം എനിക്കറിയാം. എന്താ സാറേ പോന്ന എന്താ കൂടായിട്ട് ഓടിപ്പോരെ?
ഇതൊന്നും നീ എന്നും നോക്കിയേ ഓഡിറ്റർ ചന്ദ്രകുട്ടി ഒരു ഇത് കഴിച്ചന്നില്ലേ കുഞ്ഞു സന്തോഷായ ഇതെന്ത് കഴിച്ചേ കുട്ടിക്ക് മോനോട് ഒറ്റക്കിട്ട് കണ്ണന്റെ അടുത്തേക്ക് പൊക്കോളം പഞ്ഞൂട്ട് കുഞ്ഞുനെ കാണാൻ പൊക്കോന്ന് അയ്യോടാ വിട്ട് വന്നിട്ട് സത്യം ചന്ദ്രകുട്ടി ഒരു ഇത് കഴിച്ചന്നില്ലേ സർപ്രൈസ് കിട്ടിയവർ അടുത്ത ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഉത്സാഹം കാണിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ അച്ഛനും അമ്മയും അമ്മായിയും ഉണ്ട്. അപ്പോൾ അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോണ വഴിയാണ്. അപ്പം വഴിയിൽ ഫുള്ള് വെള്ളമാണ്. പാടത്തു നിന്നൊക്കെ വെള്ളം കയറിയിട്ട് നമുക്ക് അങ്ങനെ ഒരു 3-4 സ്ഥലത്ത് ഫുള്ള് വെള്ളം കിട്ടി. വെള്ളത്തിൽ ഇറങ്ങണമെന്ന് ഞാനൊരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ സമ്മതിച്ചില്ല, എലിപ്പനിയുടെ കാലമായതുകൊണ്ട്. ഓക്കെ കുഞ്ഞു, പോത്ത് നിൽക്കണം. എന്തോരം പോത്താ ഇവിടെ? ഓ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണിത്. നിറയെ ചെടികളൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ അമ്മായിനെ കാണാനാണ് പോണത്. പക്ഷെ അമ്മായി എന്നെ കണ്ടിട്ട് വലിയ സർപ്രൈസ് ഒന്നും ആയില്ല. ഒറ്റയ്ക്കാണോ വന്നതെന്ന് ചോദിച്ചു.